മണ്ഡല പുനർവിഭജനത്തിൽ ലോക്സഭാ സീറ്റുകൾ 850 ആകുകയും ചെയ്യും. ബസന്ത് തുടരുന്നുണ്ട്. ബസന്ത്, അതിന്റെ വിശദാംശങ്ങൾ കൂടി. പ്രതീക്ഷ, അല്പസമയം മുമ്പാണ് വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട ഡീലിമിറ്റേഷൻ ബില്ല്, അതായത് വനിതാ സംവരണം നടപ്പാക്കുന്നതിന് മുന്നോടിയായി മണ്ഡല പുനർവിഭജനം തന്നെയാണ് സർക്കാർ ലക്ഷ്യമെടുത്തത് എന്ന് സൂചന നൽകി. മണ്ഡല പുനർവിഭജനവുമായി ബന്ധപ്പെട്ട ഭേദഗതി ബില്ല് അല്പസമയം മുമ്പാണ് നൽകിയത്. ലോക്സഭാ സീറ്റുകളുടെ പരമാവധി എണ്ണം 850 ഉയരും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ഉള്ളത്. സംസ്ഥാനങ്ങളിൽ നിന്നും 815, അതിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും 35 എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വരുന്നത്. ഡീലിമിറ്റേഷൻ ബില്ലിൽ ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിക്കും. ഈ കമ്മീഷനായിരിക്കും സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഒക്കെ തന്നെ എത്ര ലോക്സഭാ സീറ്റുകൾ വേണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക. ലോക്സഭാ സീറ്റുകളുടെ പരമാവധി എണ്ണം 850 നിലവിലുള്ള ലോക്സഭയുടെ പരമാവധി സീറ്റുകളുടെ എണ്ണം 550 543 അംഗങ്ങളാണ് ഉള്ളതെങ്കിലും 550 വരെയാണ് പരമാവധി എണ്ണം. ഇപ്പോൾ അത് 850 ഉയരും എന്നാണ് ഡീലിമിറ്റേഷൻ ബില്ലുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ലോക്സഭയുടെ എണ്ണം സംസ്ഥാനങ്ങളിൽ നിന്നും 815, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും 35 ഉയരുമെന്നാണ് സൂചന.